അഗ്നിപർവ്വതം പ്രകൃതിയുടെ സഹായത്തോടു കൂടി ഭൂമിയിൽ ഉണ്ടാക്കിയ, അതായത് നമ്മുടെ ഇന്തോനേഷ്യയിൽ ഉണ്ടാക്കിയ കുഴൽക്കിണറിൽ ഇറങ്ങി നീന്താൻ പറ്റുമോ? അതിനുള്ള ഒരു പ്ലാനിലാണ് നമ്മളിപ്പോൾ. എല്ലാവർക്കും നന്ദി. ഫാറൂഖ് അഹമ്മദ് ഒരു സ്ഥലത്തോടെ ഇങ്ങനെ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുക, ഇന്തോനേഷ്യയിലെ ഒരു ഗ്രാമത്തിൽ കൂടെ, ഒരു വില്ലേജിൽ കൂടെ. സംഭവമൊക്കെ ശരി തന്നെ. ഫാറൂഖ് മ്യാമൻ ഒരു ഗ്രാമത്തിലൂടെ, ഇന്തോനേഷ്യൻ വില്ലേജിൽ കൂടെ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടു കഴിഞ്ഞാൽ മാല പൊട്ടിക്കാൻ വരുന്ന ആൾക്കാരെ കണക്കുണ്ടല്ലേ, ഹെൽമെറ്റ് ഒക്കെ ഇട്ടിട്ട്. പക്ഷേ ഹെൽമെറ്റ് മുറുക്കി പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ പറന്നു പോകും. ഇന്തോനേഷ്യയിലെ ജാവ ദ്വീപിലെ മനോഹരമായ സോളോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്താനുള്ള കാരണം, കഴിഞ്ഞ 3 വർഷമായിട്ട് ഇവിടെയുള്ള ഒരു കോളേജിലെ സ്കോളർഷിപ്പോട് കൂടി പഠിക്കുന്ന ഒരു മലയാളി ഉണ്ട്. അവന്റെ ക്ഷണം സ്വീകരിച്ചിട്ട് ഇവിടെ എത്തിയതാണ്. അപ്പോൾ ക്ഷണത്തിന്റെ കൂടെ ഒരു ഓഫർ ഉണ്ടായിരുന്നു. ഫാറൂഖ് ഭായ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉമ്പുലുകളുണ്ട്, അത് ഞാൻ കൊണ്ട് കാണിച്ചു തരാം. ഉമ്പുലുകൾ കാണുന്നതിന് മുന്നേ വയറ് ഫുള്ളാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വന്നേക്കുന്നത് ഇന്തോനേഷ്യക്കാരുടെ പ്രിയപ്പെട്ട ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇവരെന്തൊക്കെയാണ് വിളമ്പുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. അതുമാത്രമല്ല, ഇവിടുത്തെ ഇൻറ്റീരിയർ അടിപൊളിയാണ്. ഇവരെന്തോ ഒരു നാച്ചുറൽ എക്കോ ടൂറിസം പോലെയൊക്കെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. തടിയും വടിയൊക്കെയാണ് എല്ലായിടത്തും. എന്നെ അറിയേണ്ടതെന്നറിയാവോ, നമ്മുടെ വീട് ഷാരൂഖ് ഖാൻ്റെ വീടിൻ്റെ അടുത്താണോ? അത് എടുത്താൽ മതി. ഷാരൂഖ് ഖാൻ്റെ വീടിൻ്റെ അടുത്താണോ നമ്മുടെ വീട്? പിന്നെ ഞാൻ പറഞ്ഞാൽ വീടിന് തൊട്ടപ്പുറത്താണോ ഷാരൂഖ് ഖാൻ? പിന്നെ എന്താ വേണ്ടത് അറിയേണ്ടതെന്ന് വെച്ചാൽ, ഷാരൂഖ് ഖാൻ നല്ല പ്രായമായില്ലെന്ന്. ഞാൻ പറഞ്ഞാൽ ഷാരൂഖ് ഖാന് പ്രായമായി, ഇപ്പോൾ വീട്ടിലാവും, ഇപ്പോൾ ജോലി സിനിമയ്ക്കൊന്നും പോകുന്നില്ല, വയ്യാന്ന്. നമുക്ക് ഫുഡ് കൊണ്ട് തന്ന പുള്ളിക്കാരനാണ് ഈ ഷാരൂഖ് ഖാനെ പറ്റി അറിയേണ്ടത് കേട്ടോ. അതായത് ഷാരൂഖ് ഖാൻ്റെ നാട്ടിൽ നിന്ന് വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു ആവശ്യമില്ലാത്ത അധികം വന്ന പച്ചക്കറി എല്ലാം നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ചോറ് ഇച്ചിരി ഉള്ളൂ, ഒരു ചിരട്ടയ്ക്കകത്ത് ഇട്ടേക്കുന്ന മാതിരി ഉള്ളൂ. നോർമലി ഇവിടെ എവിടെ പോയാലും ആ ഒരു സൈസിലാണ് നമുക്ക് ചോറ് കിട്ടുക. റെസ്റ്റോറൻറ്റിലെ ക്യാഷ്യറിൻ്റെ ടീഷർട്ട് കണ്ടോ? സാഗര ഭൂമി. നമ്മുടെ നാട്ടിലത്തെ സാഗരം ഉണ്ടല്ലോ, കടൽ, അത് തന്നെ ഇവിടെയും. അതുപോലെ ഭൂമി, നമ്മുടെ ഭൂമി തന്നെ ഇന്തോനേഷ്യയിലെ ഭൂമി. അങ്ങനെ ഇനംപുളു റിബു, അതായത് ഇവിടുത്തെ ഇന്തോനേഷ്യൻ റുപ്പിയ 60,000, നമ്മുടെ 300-320 രൂപയും കൊടുത്തിട്ട് നമ്മൾ നേരെ ഉമ്പുലിലേക്ക് വിടുകയാണ് കേട്ടോ. ഉമ്പുലിലെത്തി നമ്മളെ ഇവിടുത്തെ ക്യാഷ്യർക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല കേട്ടോ. നമ്മളെ ഇയാസിനോട് അവൾക്ക് എന്തോ ഒരു പ്രത്യേക വിരോധമുള്ള മാതിരിയാണ് നോട്ടമൊക്കെ. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഉമ്പലുകൾ ഇങ്ങനെ പരന്ന് കിടക്കാണ്. അവിടെ ഇങ്ങനെ പുരുഷന്മാർക്ക് പ്രത്യേക ഉമ്പല്, അല്ലാതെ സ്ത്രീകൾക്ക് പ്രത്യേക ഉമ്പല്, അങ്ങനെയൊന്നുമില്ല. എല്ലാ സ്ഥലത്തും പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും ഇറങ്ങും കേട്ടോ. അപ്പം നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതിനകത്ത് സ്ത്രീകൾ പെട്ടു കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നമൊന്നുമില്ല, പക്ഷേ നമ്മുടെ ഹോം മിനിസ്റ്റർ റഫ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് ഞാൻ പല സ്ഥലത്തും ഇങ്ങനെ ശ്രദ്ധിച്ച് ഈ ക്യാമറ താത്ത് പിടിച്ചിട്ടൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. പക്ഷേ അവസാനം ആയപ്പോഴത്തേക്കും കുറേ പെൺകുട്ടികളൊക്കെ നമ്മുടെ ക്യാമറയിൽ കുടുങ്ങി കേട്ടോ. കോസ്റ്റ്യൂം ചേഞ്ച്ഡ്. കാര്യം നമ്മളിവിടെ വെള്ളത്തിൽ ഇറങ്ങുമ്പോഴത്തേക്കും ഇടാനുള്ള ഒരു ടീഷർട്ട്, ഞാൻ റൂമിൽ കുറേ ദിവസം കൊണ്ട് ഇട്ട ടീഷർട്ടാണ്. ഇതാകുമ്പോൾ കുഴപ്പമില്ല, അലക്കലും കൂടെ അങ്ങ് നടക്കും ഇതിനകത്ത്. വല്യമ്മമാരൊക്കെ വന്ന് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ വെള്ളത്തിൽ ചാടാനായിട്ട്. പക്ഷെ ഇവരൊക്കെ വെള്ളത്തിൽ ചാടി കഴിഞ്ഞാൽ പിന്നെ മേക്കപ്പ് ഇടാൻ കുറേ സമയം എടുക്കും. അതാണ് ഞാൻ ആലോചിക്കുന്നത്. വല്യമ്മമാരാണ് ഇതെല്ലാം ഇരിക്കുന്നത് കേട്ടോ. അസ്സലാമു അലൈക്കും. Semangat ya, santai ya, santai. Alhamdulillah ya. Terima kasih ya, dadah. ഒരിടത്ത് ഞാൻ പറഞ്ഞാണ്, നിങ്ങൾ സമാധാനത്തിൽ സന്തോഷിച്ചിരിക്കുകയാണല്ലോ ഈ സ്ഥലങ്ങളെ കണ്ടിട്ടെന്ന്. നമ്മൾ ആദ്യം പോകുന്നത് മസാജ് ചെയ്യാനാണ് കേട്ടോ. ഇന്തോനേഷ്യയിൽ വന്നിട്ട് മസാജ് ചെയ്തില്ല എന്ന് വേണ്ട, മസാജ് ചെയ്തേക്കാം. പക്ഷേ ഇത് ഹലാൽ മസാജാണ്. ഹലാൽ മസാജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മസാജ് ചെയ്യുന്ന മനുഷ്യരല്ല, മീനുകളാണ്. മീനുകൾ ചെയ്യുന്ന മസാജിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനാദ്യം ഇവിടെ ഷൂസും ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് കാലങ്ങോട്ട് നിവർത്തി വെച്ച് കൊടുക്കുക. കുറച്ച് കഴിഞ്ഞാൽ റെഡിയാവും. 1 മിനിറ്റ് ഒരു ഭയങ്കര ടാസ്ക് ആയിരിക്കും. വേണ്ടത് ചോര അതെല്ലാം മുറിയായപ്പോണ്ട് ചെക്കൻ ഇക്കളാവുന്നുണ്ട് കേട്ടോ നല്ലപോലെ. എൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. വെള്ളത്തിൽ മുങ്ങി കഴിഞ്ഞാൽ പിന്നെ പുറത്തിറക്കുമ്പോൾ സൗണ്ട് ഉണ്ടാവില്ല. ചെക്കൻ ഇക്കളാവുന്നത്. ഇപ്പം ശരിയായി കേട്ടോ. ഞാനില്ല മീനെ നമ്മളെ കാലിലുള്ള അഴുക്കൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് ഇയാസിൻ്റെ കാലിൽ അഴുക്ക് കഴിച്ചിട്ട്. കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും അതിൽ അഴുക്കൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും അവരെ പാട് നോക്കി പോകും. വെള്ളത്തേക്ക് ഇറങ്ങാൻ പോവാന്ന്. ബാഗൊക്കെ അതെ അവിടെ വെച്ച് ബാഗല്ല. പിന്നെ നമ്മളിപ്പോൾ വെള്ളത്തിലേക്ക് ചാടാൻ പോകാൻ കേട്ടോ. ചാടണ്ടാത്തവർക്ക് ഇതുവഴി ഇറങ്ങുകയും ചെയ്യാം. തണുപ്പാണ്.
അഗ്നിപർവ്വതങ്ങളാണ് ഈ ഉമ്പുലുകൾ ഉണ്ടാവാൻ കാരണം. ഒരു വശത്ത് ലാവ തുപ്പുന്ന അഗ്നിപർവ്വതം, മറുവശത്ത് ഭൂമിന്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന തണുത്ത വെള്ളം. തണുത്ത വെള്ളം എന്ന് മാത്രം പറഞ്ഞാൽ പറ്റില്ല, അമൃത് പോലെ തെളിഞ്ഞ വെള്ളം. എങ്ങനെയാണ് ഈ അത്ഭുത നീരുറവകൾ ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും ചിലപ്പോൾ, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. Nama saya Zack. Zack. Ya. Raya. Chuan. Yeah, nice name. ഇതിന് മുന്നിൽ പ്രകൃതി ഒളിപ്പിച്ചു വെച്ച ഒരു കിടിലൻ ശാസ്ത്രമുണ്ട്. സംഗതി ഭയങ്കര സിമ്പിളാണ്. ഒരു വശത്ത് അഗ്നിപർവ്വതം ഉണ്ട്, അത് ഒരു സ്പോഞ്ച് കണക്കാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ നല്ല അടിപൊളിയായിട്ട് മഴ കിട്ടും. ആ മഴവെള്ളം മൊത്തവും ഈ അഗ്നിപർവ്വതത്തിന്റെ മണ്ണിൽ ചെറിയ സുഷിരങ്ങൾ വഴി ഭൂമിന്റെ അടിയിലേക്ക് ഇറങ്ങും. അങ്ങനെ താഴേക്ക് പോകുന്ന ഈ വെള്ളം ഉണ്ടല്ലോ, ഭൂമിന്റെ അടിയിൽ കുറെ ലാവന്റെ പാറകൾ കിടപ്പുണ്ട്. ഇതിൽ തട്ടി അവിടെ തടഞ്ഞു നിൽക്കും. വർഷങ്ങളോളം ഇങ്ങനെ കിടക്കും, അല്ലെങ്കിൽ നൂറ്റാണ്ടുകളോളം. ഈ പാറപ്പടലങ്ങളിൽ കൂടെ അരിച്ചെടുത്ത ഈ വെള്ളം പുറത്ത് വരുമ്പോഴാണ് ഈ വെള്ളം ഇങ്ങനെ കണ്ണാടി പോലെ തിളങ്ങുന്ന, വെട്ടിത്തിളങ്ങുന്ന വെള്ളമാകുന്നത്. പക്ഷെ ഈ വെള്ളം ഇങ്ങനെ ഇവിടെ എത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിന്റെ അടിയിൽ വലിയ പ്രഷറിലായിരിക്കും ഈ വെള്ളം കിടക്കുന്നത്. അപ്പൊ പാറേന്റെ ഇടയിലൂടെ ചെറിയ വിള്ളലൊക്കെ ഉണ്ടായിട്ട് ഈ വെള്ളം പൊട്ടിയിട്ട് നല്ല ഫോഴ്സിൽ മുകളിലേക്ക് വരും. പ്രകൃതി ഒരുക്കുന്ന ഒരു മാന്ത്രിക കുഴൽക്കിണർ എന്ന് പറയാം ഇതിനെ. ഇന്തോനേഷ്യക്കാർ ഇതിനെ ഉമ്പുൽ എന്നാ വിളിക്കുക. ഒരു തുള്ളി വെള്ളം പോലും വറ്റാതെ നൂറ്റാണ്ടുകളായിട്ട് ഇവ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അഗ്നിപർവ്വതത്തിൽ നിന്ന് വരുന്ന വെള്ളത്തിനകത്താണ് കിടക്കുന്നത്. അഗ്നിപർവ്വതം എന്ന് പറയുമ്പോഴത്തേക്ക് ചൂടുവെള്ളം വരുന്നതെന്ന് വിചാരിക്കരുത്, നല്ല തണുത്ത വെള്ളമാണ് വരുന്നത്. ഏത് ചൂട് പടച്ചോനെ, ഏത് ചൂട് കാലാവസ്ഥയിൽ ഇവിടെ തണുത്ത വെള്ളമായിരിക്കും. ഈ വെള്ളം ബോട്ടിലാക്കി വിറ്റാലും പൈസ ഉണ്ടാക്കാം. അതിൻ്റെ ബാക്കിൽ കാണാം, അതാണ് എൻ്റെ സ്ഥലത്തിൻ്റെ പേര്. ഉമ്പുൽ കമാൻഡർ എന്നാണ്. ക്ലാറ്റൺ ആണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ക്ലാറ്റൺ എന്ന് പറഞ്ഞ ടൗണിൻ്റെ പേര് ക്ലാറ്റൺ എന്നാണ്. 20ഓളം ഉമ്പുലുകൾ ഇവിടെ മാത്രം ഉണ്ട്. ഉമ്പുൽ എന്ന് ഉദ്ദേശിക്കുന്ന ഈ വെള്ളം ഇങ്ങനെ വരുന്നതിനാണ് കേട്ടോ. അപ്പോൾ ഇത് എന്താ പറയുക, എൻട്രൻസ് ഫീ ഒക്കെ ചെറുതാണ്, സംഭവം ഉഷാർ സ്ഥലം കേട്ടോ. നമുക്കൊന്ന് ജമ്പ് ചെയ്യാം. നീന്താ അറിയത്തില്ല എനിക്ക്, വയറ് നിറഞ്ഞ വെള്ളം കുടിച്ച്. ഞാനീ കുറേ നേരം ഈ വെള്ളത്തിൽ കിടന്ന് ഫുള്ള് തണുത്ത് സെറ്റായി കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ ഏതോ ഒരു ബസ് വന്നിട്ടുണ്ട്, കുറേ ആൾക്കാർ, കൂടുതൽ ആൾക്കാർ ഇപ്പോൾ വന്നു കേട്ടോ. മുമ്പേ ഇത്രയും പേരുണ്ടായിരുന്നില്ല, ഇപ്പോൾ നിറച്ച് ആളായി ഇവിടെ. നമ്മുടെ നാട്ടിലത്തെ മണി പ്ലാന്റൊക്കെ ഉണ്ടല്ലോ, ഇവിടെ എല്ലാം മണി പ്ലാന്റ് ഉണ്ട് കേട്ടോ. ഫുള്ള് മണി പ്ലാന്റ് വളർത്തി വിട്ടേക്കാണ്. ഈ ഇത് കണക്കത്തെ ഇതിപ്പം കുറച്ച് ഹൈറ്റ് കുറഞ്ഞ വെള്ളമാണ്. അവിടെ ഹൈറ്റ് മീൻസ് ഹൈറ്റിലല്ലോ, ഇത് ഡീപ്പായിട്ടുള്ളതാണ് അവിടെ. അവിടെ ഞാൻ അവിടെ നിന്ന് ഇവിടെ വന്ന കാര്യം, എനിക്ക് നീന്താൻ അറിയത്തില്ലെന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ഇവിടെ നീന്താൻ നോക്കിയിട്ട് നടക്കുന്നില്ല. അവിടെ ആയിരുന്നപ്പോൾ പിന്നെയും കുറച്ചും കൂടെ പഠിക്കാൻ നീന്താൻ പറ്റുന്നുണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ, ചെക്കന്മാരെല്ലാം ഇവിടെ നീന്തി മറിക്കുകയാണ്. താഴെ നല്ല അടിപൊളി മീനുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാലും മനസ്സിലാവും. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു താഴെ നിന്നപ്പോൾ. Sinking in, I know this feels right. Catching a craze, love moving through me like a wildfire, like a wildfire. വെള്ളത്തിലുള്ള പരിപാടി കഴിഞ്ഞ് ഞാൻ ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. വെള്ളത്തിൽ നമ്മൾ ഇറങ്ങിക്കുന്നത് കയ്യിൽ കൊടുത്തോണ്ടാണ്, ഇന്തോനേഷ്യക്കാരുടെ കയ്യിൽ കൊടുത്തോണ്ടാണ്. അതുകൊണ്ട് നമുക്കിവിടെ സ്പെഷ്യൽ റെസ്പെക്റ്റ് ഒക്കെ കിട്ടും. കാര്യം ഇത് ഇവരുടെ കൾച്ചറൽ കൈലിയാണ് കേട്ടോ. നമ്മളാ വെള്ളത്തിൽ കൂടെ ഒരു പാലമൊക്കെ പോകുന്നുണ്ട്. ഈ പാലം മുറിച്ച് കടന്നാണ് നമ്മളിവിടെ സ്ഥലങ്ങൾ കാണാൻ പോകുന്നത്. ഇവിടെ ആരും ചെരുപ്പൊന്നും ഇടുന്നില്ല കേട്ടോ. ഞാൻ ഈ ഷൂസ് ഇട്ട് വന്നത് അബദ്ധമായി പോയി. കാര്യം ഇവിടെ ഷൂസ് ഇട്ട് വന്നിട്ട് കാര്യമില്ല. ഇവിടെ നമ്മൾ ചെരുപ്പിടണമെന്ന് വരാൻ. സ്ലിപ്പറാണ് ഏറ്റവും പൊളി, ഫ്ലിപ്പ് ഫ്ലോപ്പോ. ഇതേ അവിടെ ആൾക്കാർ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. അടിക്കൂടെ എല്ലാം വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇരുന്ന് ആൾക്കാർ ഫുഡും കഴിക്കുന്നുണ്ട്. സംഭവം ഉഷാറാണ് കേട്ടോ. പിന്നെ ഇവിടെ ലോക്കർ ഫെസിലിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. ലോക്കർ ഗ്രാറ്റീസ് ആണ്, പൈസ ഒന്നും കൊടുക്കണ്ട, ഫ്രീ ആണ് അവിടെ ലോക്കറിൽ വെക്കാൻ. പിന്നെ ഈ തണുപ്പത്ത് ഇനിയും ആരും ഐസ്ക്രീം കഴിക്കുക. അവിടെ കുട്ടികൾക്കുള്ള മറ്റേ മുകളിൽ നിന്ന് ഉന്തി വന്ന് താഴെ വെള്ളത്തിൽ വീഴുന്ന പരിപാടിയൊക്കെ ഉണ്ട്. എൻ്റെ കണ്ണും ചെവിയെല്ലാം പുകയുന്ന കേട്ടോ. താത്തമാരെല്ലാം ഇവിടെ വന്ന് കുളിക്കുകയാണ് കേട്ടോ. ഈ നടക്കുന്ന സ്ഥലമെല്ലാം ഉണ്ടല്ലോ, ഇവർ നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കെ മുകളിലൊക്കെ ഒരു നെറ്റൊക്കെ ഇട്ടിട്ട് അവിടെ എല്ലാം എന്തൊക്കെയോ വള്ളികളൊക്കെ പടർത്തി വിടാൻ നോക്കിയിട്ടുണ്ട്. ഇവിടുത്തെ വള്ളികളൊക്കെ ഉണങ്ങി, എന്നാലും അവിടെയൊക്കെ നല്ല പച്ചപ്പിൽ വള്ളികളെല്ലാം കിടപ്പുണ്ട്. പിന്നെ ചെടിച്ചട്ടിയൊക്കെ തൂക്കിയിട്ടുണ്ട്.
ചിത്രശലഭം മാതിരിയുള്ള ചെടിച്ചട്ടി. ഈ ഫുള്ള് ഇതിപ്പം അവിടുത്തെ കുളം എല്ലാം ഫുള്ളായപ്പോഴത്തേക്ക് ആൾക്കാർ പിന്നെ സ്വിമ്മിംഗ് പൂളിലോട്ടായി കേട്ടോ. പിന്നെ വെള്ളം എല്ലാം സെയിം തന്നെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ആൾക്കാർ ഇതിൻ്റെ ഉള്ളിൽ മാറാതെ പുറത്തുനിന്നൊക്കെ മാറുന്നുണ്ട് കേട്ടോ ഡ്രസ്സ്. ഈ ചെടിച്ചട്ടിയൊക്കെ നമുക്ക് മുട്ടൻ ചെടിച്ചട്ടി. ഇവിടുത്തെ പള്ളിയാണ് കേട്ടോ, ഈ ഒരു സ്ഥലത്തെ പള്ളിയാണ്. ഇതേ തടിയൊക്കെ വെച്ച് ഉണ്ടാക്കി വെച്ചേക്കാണ്, നല്ല രസമുണ്ട്. ഇവരുടെ ഒരു ട്രഡീഷണൽ രീതിയിലുള്ളത്. വധു കൊടുക്കുന്ന സ്ഥലമൊക്കെ നോക്കിയാൽ കുടത്തിൽ നിന്നാണ് വധു കൊടുക്കുന്ന വെള്ളം വരുന്ന രീതിയിൽ അവർ അറേഞ്ച് ചെയ്തേക്കാണ് കേട്ടോ. സംഭവം അടിപൊളി. ഇവിടെ ഫുഡൊന്നും ഇരുന്ന് കഴിക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ സ്ഥലം, പക്ഷേ തടിയൊക്കെ വെച്ചിട്ടുണ്ടാക്കി തട്ടിക്കൂട്ട് പരിപാടിയാണ്. ഒരു നല്ല രസമുണ്ട്. ഒരു ട്രഡീഷണൽ ലുക്കിലൊക്കെയാണ് ഇവർ ചെയ്ത് വെച്ചേക്കുന്നത്. കലാകാരന്മാരാണല്ലോ അല്ലെങ്കിലും പൊതുവെ. 7ഓളം സ്വിമ്മിംഗ് പൂളുകൾ പല സ്ഥലത്തായിട്ടുണ്ട് കേട്ടോ, ഈ ഒരു ഉമ്പുലുകളുടെ ഈ ഒരു ഏരിയേൻ്റെ ഉള്ളിൽ തന്നെ. അതാകുമ്പോഴത്തേക്കും തിരക്ക് കൂടുമ്പോഴത്തേക്കും പല ആൾക്കാർക്ക് ഇതുപോലെ സ്വിമ്മിംഗ് പൂളും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ സ്വിമ്മിംഗ് പൂളാണെന്ന് വെച്ചിട്ട് ആ ഒരു ഫീൽ കുറയൊന്നുമില്ല. ശരിക്കുമുള്ള ഇമ്പുലുകളിൽ നിന്നുള്ള വെള്ളം തന്നെയാണ് ഇതുപോലത്തെ സ്വിമ്മിംഗ് പൂളുകളിലും കൊടുത്തേക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ച് ക്ലോറിനോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. വെള്ളം കയറുന്നു, അതുപോലെ തന്നെ വെള്ളം പോകുന്നുമുണ്ട്. അപ്പോൾ ഒഴുകി പോകുന്ന വെള്ളമാണ് പൂളുകളിൽ കിടക്കുന്നതും. പിന്നെ അത്യാവശ്യം എന്നെപ്പോലെ നീന്തൽ അറിയാത്ത ആൾക്കാർക്ക് കുറച്ച് സേഫായിട്ട് നീന്താനുള്ള വെള്ളം തന്നെയാണ് ഇതുപോലത്തെ സ്വിമ്മിംഗ് പൂളുകളിലും കൊടുത്തേക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ച് ക്ലോറിനോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. വെള്ളം കയറുന്നു, അതുപോലെ തന്നെ വെള്ളം പോകുന്നുമുണ്ട്. അപ്പോൾ ഒഴുകി പോകുന്ന വെള്ളമാണ് പൂളുകളിൽ കിടക്കുന്നതും. പിന്നെ അത്യാവശ്യം എന്നെപ്പോലെ നീന്തൽ അറിയാത്ത ആൾക്കാർക്ക് കുറച്ച് സേഫായിട്ട് നീന്താനും ഇവിടെ പറ്റും. കാര്യം ഇവിടെ ട്യൂബുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ കുട്ടികൾ ഇന്ന് കുളിക്കുന്നുണ്ട് ഈ ഒരു പൂളിൽ. പക്ഷേ അത്യാവശ്യം വലിയ ആൾക്കാരെല്ലാം കുളിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട പോലുള്ള ഉമ്പലുകളിലാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഒരു ബസ് വന്നതെന്ന്, ആ ബസ് വന്നതുകൊണ്ടാണ് ഇതുപോലത്തെ സ്വിമ്മിംഗ് പൂളിലൊക്കെ ആൾ നിറഞ്ഞത്. ശരിക്കും ഉമ്പുലുകളെ പറ്റി അറിയുന്നത് ആദ്യമായിട്ടാണ്. അറിഞ്ഞപ്പോൾ തന്നെ ഇവിടെ വരാൻ പറ്റിയതൊക്കെ ഭാഗ്യമായിട്ട് തോന്നുന്നു. അതിനുള്ള കാരണം ഇയാസാണ്. പുള്ളിക്കാരൻ വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ വരുത്തുന്നില്ല കേട്ടോ. ശരിക്കും ഇങ്ങനൊരു സ്ഥലം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും. വെറും 50 രൂപയാണ് കേട്ടോ ഇവിടുത്തെ എൻട്രി ഫീസ്. 50 രൂപയ്ക്ക് ഒരു ദിവസം ഫുള്ള് കറങ്ങാനുള്ള സ്ഥലമുണ്ട്. അത് മാത്രമല്ല കുട്ടികളൊക്കെ ആയിട്ട് വന്നാൽ ഇവിടെ കുറേ മീനുണ്ടല്ലോ, നമുക്ക് ഇവിടുന്ന് മീനിന് തീറ്റയൊക്കെ വാങ്ങിക്കാൻ പറ്റും. ഒപ്പം കുറേ ഫുഡ് ഐറ്റംസ് ഇവിടെ വിൽക്കുന്ന കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നൊന്നും ഒന്നും കൊണ്ടുവരണ്ട, കൈയും വീശി വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് തന്നെ ഭക്ഷണമൊക്കെ വാങ്ങി കഴിച്ച് കോഫിയൊക്കെ കുടിച്ച് വെള്ളത്തിലിറങ്ങി പിന്നെ വാഷ്റൂം ഫെസിലിറ്റി, നിസ്കരിക്കാനുള്ള ഫെസിലിറ്റി എല്ലാം ഉണ്ട്. അതുകൂടാതെ നമുക്ക് റെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കൂടാരങ്ങൾ റെൻറ്റിനുണ്ട്. ആ കൂടാരങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സുഖമായിട്ട് റെസ്റ്റ് എടുക്കുകയും ചെയ്യാം. ഒരു ടൂറിസ്റ്റ് ഏരിയയിലുള്ള പ്രൈസ് അല്ല ഇവർ വാങ്ങിക്കുന്നത് കേട്ടോ. സാധാ ചെറിയ പൈസ മാത്രമേ ഉള്ളൂ എല്ലാ കാര്യത്തിനും. ഈവൻ ഫുഡിനാണെങ്കിൽ പോലും ഇന്തോനേഷ്യയിലെ പല സ്ഥലങ്ങളിലും എനിക്ക് ഫീൽ ചെയ്തത് അതാണ് കേട്ടോ. ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണെന്ന് വെച്ചിട്ട് അവിടെ അവർ പ്രത്യേകം അഡീഷണൽ പൈസയൊന്നും മേടിക്കില്ല. ആ സാധാരണ നമ്മളൊരു കടയിൽ പോയി വാങ്ങിച്ചാൽ എത്ര രൂപയോ അതേ പൈസ തന്നെ ആയിരിക്കും. നീന്തൽ പഠിച്ചിട്ട് ഇതുപോലുള്ള ഉമ്പുലുകളിൽ ഇനിയും പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇതേ സ്ഥലത്ത് എന്തായാലും വരില്ല. ഇതിനേക്കാളും ഡീപ്പായിട്ടും കുറച്ചും കൂടെ വിശാലമായിട്ടുള്ള ഉമ്പുലുകൾ വേറെ ഉണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളിലേക്കൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നീന്തലൊക്കെ പഠിച്ച് റഫയും വാപ്പിയും ഉമ്മയും എല്ലാവരുമായിട്ട് ഇവിടുന്ന് എനിക്ക് നേരെ പോകേണ്ടത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. റെയിൽവേ സ്റ്റേഷനിൽ 8 മണിക്കാണ് എനിക്ക് അവിടുന്ന് ട്രെയിൻ ഉള്ളത് ജക്കാർത്തയ്ക്ക്. ജക്കാർത്തയിൽ പോയിട്ട് അവിടെ 2.5 ലക്ഷം പേർക്ക് ഒരേ സമയം നമസ്കരിക്കാൻ പറ്റുന്ന പള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കാണണം. അങ്ങനെയൊക്കെയുള്ള പ്ലാനുകളുണ്ട്. ലോകത്തിൻ്റെ ഏത് കോണിലും ഒരു മലയാളി ഉണ്ടാവും. ചന്ദ്രനിൽ പോയാലും അവിടെ ചായക്കട നടത്തുന്ന ഒരു മലയാളി ഉണ്ടാവും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സോളോയിൽ എന്നെ സ്വീകരിക്കാൻ ഒരു മലയാളി ഉണ്ടായിരുന്നു. അതാണ് നമ്മുടെ മലയാളികളുടെ അഭിമാനം അല്ലേ. മറ്റൊരു രാജ്യത്ത് നിന്ന് അവിടെ നമ്മുടെ സാമ്രാജ്യം കെട്ടിപ്പടർത്താൻ കെൽപ്പുള്ളവരാണ് നമ്മുടെ മലയാളികൾ. അപ്പോൾ ഞാൻ ഇവിടുന്ന് തിരിക്കാണ്. ഒറ്റക്കല്ല, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്. മുന്നോട്ടുള്ള യാത്രയിലും കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ ബൈ. നിങ്ങൾ ഓരോരുത്തരുടെയും സ്ഥാനം എൻ്റെ ഹൃദയത്തിലാണ്. നന്ദി.